ഹായ്, എല്ലാവർക്കും കിങ് ആൻഡ് ക്യൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. സാംസങ് 32 ഇഞ്ച് HD റെഡി LED TV-യുടെ കുറച്ച് റിവ്യൂവും പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ ഇൻസ്റ്റാളേഷൻ പിന്നെ ഓൺലൈൻ വാങ്ങിക്കുമ്പം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളും എല്ലാമാണ്. ഇതിൻ്റെ റിയൽ പ്രൈസ് 22,500 റുപ്പീസാണ്. പക്ഷേ ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സെയിൽസ് ഉള്ള സമയത്താണ് വാങ്ങിച്ചത്. അതുകൊണ്ട് 13,499, അതായത് 13,499 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പം ഇതിന് ഓൺലൈൻ ബൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇത് അൺബോക്സ് ചെയ്യാൻ പാടില്ല. സാംസങ്ങിൻ്റെ ടെക്നീഷ്യൻ വന്നിട്ട് വീട്ടിൽ വന്ന് അൺബോക്സ് ചെയ്ത് തരും. അപ്പം ഞങ്ങൾക്കിതൊരു ഓർഡർ ചെയ്തിട്ട് ജനുവരി 21 ഓർഡർ ചെയ്തത്. 2-3 ദിവസത്തിനകം തന്നെ ഞങ്ങൾക്ക് വീട്ടിലോട്ട് ഡെലിവേർഡ് ആവുമായിരുന്നു പ്രോഡക്റ്റ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് വൈകിട്ട് തന്നെ സാംസങ്ങിൻ്റെ ടെക്നീഷ്യൻ വിളിച്ചിട്ട് നാളെ വരും എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ആൾ വന്നപ്പോൾ ഒത്തിരി രാത്രിയായി. എങ്കിലും ടെക്നീഷ്യൻ വന്നു, TV സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഇതാണ് TV. 32 ഇഞ്ച് സ്മാർട്ട് TV ആണ് കേട്ടോ. സ്മാർട്ട് TV ആണ്. ഇത്രയും വിലക്കുറവിൽ എനിക്ക് തോന്നുന്നു ഓൺലൈൻ പർച്ചേസ് തന്നെയാണ് ഗുണം. അതുപോലെ ഇത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഉണ്ടായിരുന്നു. ഫ്ലിപ്കാർട്ടിൽ 13,499 ആയിരുന്നു. മറ്റേ ആമസോണിൽ 15,000 ആയിരുന്നു. അതായത് ഒരു 2,000 രൂപയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് അതുപോലെ നല്ല റിവ്യൂസും കാര്യങ്ങളും എല്ലാം കൂടുതൽ. റിവ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് 5 സ്റ്റാർ ഒന്നും കണ്ടു നോക്കല്ല, ഒരു ആളുകൾ വാങ്ങിച്ചതിൻ്റെ എണ്ണം കൂടെ നോക്കുക. അങ്ങനെ നോക്കിയപ്പോൾ കൂടുതൽ ആളുകളും വാങ്ങിച്ചിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു. ഇതിപ്പോൾ രാത്രിയായിരുന്നു വന്നത്, അതുകൊണ്ടാണ് ജസ്റ്റ് സ്റ്റാൻഡിൽ ഫിറ്റ് ചെയ്തിട്ട് പിന്നെ വന്നിട്ട് നമുക്ക് ഫിത്തിയിൽ വെച്ച് തരാമെന്ന് പറഞ്ഞു. ഒത്തിരി രാത്രിയായി വന്നപ്പോൾ, അതുകൊണ്ട് ജസ്റ്റ് സ്റ്റാൻഡിലൊന്ന് വെച്ച് കണക്ട് ചെയ്ത് തരാം, പിന്നീട് പിറ്റേ ദിവസം പകൽ വന്നിട്ട് ഭിത്തിയിൽ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമല്ല ഇത് ഇൻസ്റ്റാൾ ചെയ്യുകയൊക്കെ വേണമല്ലോ. അപ്പം അതെല്ലാം കാണിച്ചു തന്നിട്ട് പുള്ളിക്കാരൻ ഒത്തിരി ദൂരം പോകണമായിരുന്നു, അതുകൊണ്ട് പിന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു, വരാമെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് അതിൻ്റെ കൂടെ കിട്ടിയതാണ്. റിമോട്ടുണ്ട്, പിന്നെ യൂസേഴ്സ് മാനുവൽ ഉണ്ട്, അതിൻ്റെ കൂടെ 2 വർഷം വാറണ്ടി. ഇത് 2 സ്റ്റാർ ആണ്. 2 വർഷം വാറണ്ടി ഇതിൻ്റെ കൂടെ LED TV-യുടെ കൂടെ ഉണ്ട്. അതുപോലെ 1 വർഷം സാംസങ്ങിൻ്റെ വാറണ്ടിയും 1 വർഷം എക്സ്ട്രാ ഫ്ലിപ്കാർട്ട് നൽകുന്ന അഷുറൻസും കൂടെ ആണ്. അങ്ങനെയാണ് ടോട്ടൽ 2 വർഷം. ഇതിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നത് ഇവർ തന്നെയാണ്, നമ്മുടെ ടെക്നീഷ്യനാണ്. ഇതിപ്പോൾ TV ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് വൈഫൈ കണക്ട് ചെയ്ത് നമ്മളെല്ലാം ഒന്ന് പരിചയപ്പെടുത്തും. പിന്നെ നമ്മൾ തന്നെയല്ലേ എല്ലാം പഠിക്കുന്നത്. എങ്കിലും ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ബാക്കി ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട്, ആമസോൺ എന്നീ സാധനങ്ങളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കൂടെ ലാഭം കിട്ടുന്നതല്ലേ എപ്പോഴും നമ്മുടെ ഒരു താല്പര്യം. എന്ത് സാധനം വാങ്ങിച്ചാലും എക്സ്ട്രാ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ എന്നറിയാനാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥിതിക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ക്യാഷ് കരോ ആപ്പ് വഴി നമുക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കുന്ന സാധനത്തിൻ്റെ ഒരു 2% ആകാം, 8% ആകാം, ചിലപ്പോൾ 20% ആകാം ക്യാഷ് ബാക്ക് കിട്ടും. ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് നമ്മൾ ക്യാഷ് കരോ ആപ്പിൽ കിടക്കും. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. നമ്മൾ എന്തായാലും ഓൺലൈൻ വഴി സാധനം വാങ്ങിക്കുമ്പോൾ ക്യാഷ് കരോ ആപ്പ് വഴി വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കണ്ടോ, ക്യാഷ് കരോ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തു. ഇതിനെ എങ്ങനെയാണെന്ന് നോക്കാം. ക്യാഷ് കരോ ജസ്റ്റ് നിങ്ങൾ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക, അല്ലെ കമൻറ്റ് ബോക്സിൽ അവിടെ എടുത്താൽ കണ്ടോ, ക്യാഷ് കരോയിൽ ഇത്രയും എല്ലാ സൈറ്റ്സും ഉണ്ട്, എല്ലാ ഓൺലൈൻ വെബ്സൈറ്റ്സും ഉണ്ട്. അപ്പോൾ അതിലേതാണോ നമുക്ക് വേണ്ടത് അതിൽ കയറി ഏതാണോ സൈറ്റ് ആ സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഞങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലൂടെ അല്ലേ വാങ്ങിച്ചത്, അപ്പോൾ ജസ്റ്റ് ഫ്ലിപ്കാർട്ട് ഓപ്പൺ ചെയ്തു. ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ പിന്നെയും കൊടുക്കുന്നത്. ഇതിൽ ഏറ്റവും ആദ്യത്തെ ആക്ടിവേറ്റ് റിവാർഡ് കൊടുത്താലും മതി. പിന്നെ വേണ്ട താഴോട്ട് പോകണം. നമ്മളിപ്പോൾ പ്രത്യേകം ടെലിവിഷൻ അങ്ങനെ എന്തെങ്കിലും ഓഫറായിട്ട് എടുക്കണമെങ്കിൽ ഇങ്ങനെ താഴോട്ട് പോയാൽ മതി. അപ്പോൾ നമ്മൾ കണ്ടോ, റെഫ്രിജറേറ്റർ, ടെലിവിഷൻ, വാഷിംഗ് മെഷീൻ അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ ആക്ടിവേറ്റ് റിവാർഡ് കൊടുക്കുക. ആക്ടിവേറ്റ് റിവാർഡ് കൊടുക്കുമ്പോൾ നമ്മുടെ ക്യാഷ് കരോ ആപ്പ് തുറന്നു വരും. ആ ക്യാഷ് കരോയിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ കണ്ടോ, ഇതിപ്പോൾ 8% റിവാർഡ്സ് ആണ് ബാക്ക് കിട്ടുന്നത്. ഇതിപ്പോൾ ഡയറക്റ്റ് ഫ്ലിപ്കാർട്ടിൻ്റെ സൈറ്റിലോട്ടാണ് പോയേക്കുന്നത്. നിങ്ങൾക്ക് കാണാം ക്യാഷ് കരോ ആപ്പ് വഴി. നമുക്ക് വേറെ ഒരു നഷ്ടമില്ല, ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ.
അപ്പം ഇതിപ്പോൾ അതിൻ്റെ ആഡാണ്, അല്ലാതെ കറക്റ്റ് ഫ്ലിപ്കാർട്ട് സൈസ്. ഇതിപ്പോൾ പുതിയൊരു ആഡ് വന്നിരിക്കുന്നതാണ് മൊബൈലിൻ്റെ. അപ്പോൾ ഇതുപോലെ നമുക്ക് സാധാരണ ഫ്ലിപ്കാർട്ടിൽ നമ്മൾ എന്താണോ എങ്ങനെയാണോ ബൈ ചെയ്യുന്നത് അതുപോലെ സാധനങ്ങൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തിട്ട് നമുക്ക് വേണ്ട സാധനം ക്ലിക്ക് ചെയ്യുക, ആഡ് ടു കാർട്ട് കൊടുക്കുക, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി പ്രൊസീജിയേഴ്സ് വഴിയെ നടന്നോളൂ. ഉടനെ ഒന്നും കിട്ടത്തില്ല. ഇപ്പം ഇന്നൊരു സാധനം വാങ്ങിച്ചാൽ നാളെ അതിൻ്റെ സാധനം കിട്ടണമെന്നില്ല. ഇതിപ്പോൾ ഒരു ടോപ്പ് വാങ്ങിക്കുന്നത് നമ്മൾ ജസ്റ്റ് എപ്പോഴും എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ചെയ്യുക. അതുപോലെ തന്നെ ക്യാഷ് കരോ ആപ്പിൽ ക്യാഷ് ബാക്ക് കിട്ടും എന്നുള്ളത് തന്നെ അതിൻ്റെ വലിയ ബെനിഫിറ്റാണ്. അതുപോലെ എല്ലാ ആപ്പും എല്ലാ ഓൺലൈൻ വെബ്സൈറ്റ്സും ഈ ക്യാഷ് കരോയ്ക്കൂടെ നമുക്ക് കയറാൻ പറ്റും. മിക്കവാറും അഷ്വേർഡ് ആയിട്ടുള്ളത് എല്ലാം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ചൈനീസ് വെബ്സൈറ്റ്സ് ഒന്നുമില്ല, അല്ലാതെല്ല. ഇതിപ്പോൾ ഡയറക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്തു സാധാരണ ഫ്ലിപ്കാർട്ടിൽ, എന്നിട്ട് നമ്മൾ ബാക്ക് അടിക്കുക. ഫ്ലിപ്കാർട്ടിൽ ബാക്ക് അടിച്ച് പോകുമ്പോൾ ക്യാഷ് കരോയുടെ മെയിൻ പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുമ്പം കണ്ടോ മൈ ഏർണിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മൈ ഏർണിങ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് അതുപോലെ എൻ്റെ ലിങ്ക് വഴിയൊക്കെ കയറുവാണെങ്കിൽ ടോട്ടൽ 25 റുപ്പീസ് ക്യാഷ് ബാക്ക് ഏർണിങ്സ് അങ്ങനെ ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ ടി വി വാങ്ങിച്ചതിന് എനിക്ക് 387 രൂപ ഇപ്പം ഈ ടി വിയുടേത് വന്നത് 19 ഏപ്രിൽ 2020 കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ എല്ലാവരും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി കയറി ക്യാഷ് കരോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ വെബ്സൈറ്റും ഈ ഒറ്റ വെബ്സൈറ്റിൽ കൂടെ കയറി കഴിഞ്ഞാൽ എല്ലാ ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇതിപ്പോൾ റിമോട്ടിൽ നിന്ന് നമ്മൾ സോഴ്സ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നതായത് സോഴ്സ്, റിമോട്ടിലെ സോഴ്സ് റൈറ്റ് സൈഡിൽ മേളിലായിട്ടുള്ളതാണ്. അപ്പോൾ അതിലെ എല്ലാ സോഴ്സ് ഞെക്കുമ്പോൾ വരുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. ഇതിലെ കണക്ഷൻ, ഇതിലെ AV ആണ് നമുക്ക് സൺ ഡയറക്റ്റ് ഒക്കെ വർക്കാവുന്നത്. അതിലെ കണക്ഷൻ ഗൈഡ് വെച്ചിട്ട് ഓപ്പൺ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. കേബിൾ ബോക്സ്, ഗെയിം കൺസോൾ, PC, ഓഡിയോ ഡിവൈസ് എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് എല്ലാം നല്ലപോലെ കണക്ട് ചെയ്യാം. മൊബൈൽ ഡിവൈസ് എന്ന് പറയുമ്പോൾ സ്ക്രീൻ ഷെയറിങ് വലിയൊരു ഉപകാരം എന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ ഒറ്റയ്ക്കിരുന്ന് ഫോണിൽ നോക്കുന്ന സാധനങ്ങൾ എല്ലാവർക്കും കൂടെ കാണാൻ പരുവത്തിന് ഒരു ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് എല്ലാവരെയും കൂടെ കാണിക്കാൻ നല്ല സ്ക്രീൻ ഷെയറിങ് എപ്പോഴും നല്ലതായിരിക്കും. ഒരു ഫോണിൽ ഒരു സിനിമയുണ്ട്, നമുക്ക് വേറെ ഒന്നും വേണ്ട, ഒന്നും കണക്ട് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, TV വെച്ചിട്ട് നമ്മുടെ ഫോണിൽ പ്ലേ ചെയ്താൽ മതി. സൗണ്ട് എല്ലാം TV-ലാക്കുന്നത്. അതുപോലെ താഴോട്ട് ഉള്ള ആരോ ഞെക്കുമ്പം താഴത്തെ സെറ്റിലോട്ട് വരും. അവിടുന്ന് സെറ്റിങ്സിൽ നമുക്ക് പിക്ചർ മോഡ്, സൗണ്ട് ഔട്ട്പുട്ട്, ഗെയിം മോഡ്, സ്ലീപ്പ് ടൈമർ, നോ ആക്സസ് നെറ്റ്വർക്ക്, ഇത്രയും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇതിലിനി കണക്ഷൻ ഗൈഡ് വഴി എന്തൊക്കെ വേറെ ഇപ്പോൾ സ്ക്രീൻ ഷെയറിംഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ജസ്റ്റ് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാം. സ്ക്രീൻ ഷെയറിംഗ് വഴി എല്ലാ ഫീച്ചേഴ്സും ഒക്കെ എടുത്ത് കാണിച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. നമ്മളിപ്പം TV വാങ്ങിച്ചു, യൂസ് ചെയ്തു. ഇതിപ്പോൾ സ്ക്രീൻ ഷെയറിംഗ് കണക്റ്റിംഗ് ടു റെഡ്മി. അതിനു മുമ്പ് പറയാൻ വിട്ടു, സാംസങ് TV ആയതുകൊണ്ട് സാംസങ് ഫോണുമായിട്ട് മാത്രമേ കണക്ഷൻ ഉള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ റെഡ്മി ആണ്. അപ്പം ഇപ്പം കണ്ടില്ല, എൻ്റെ ഫോണാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫോൺ റെഡ്മി ആണ്. ചേട്ടൻ്റെ ഫോൺ വിവോ V7 ആണ്. ഈ രണ്ടെണ്ണത്തിനകത്തും അവരുടെ ആപ്പില്ലാതെ തന്നെ ഓൾറെഡി എൻ്റെ ഫോണിലാണെങ്കിൽ വയർലെസ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് സെറ്റിങ്സിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതുവഴി ഓൺ ചെയ്ത് നമ്മുടെ TV-യുമായിട്ട് കണക്ട് ചെയ്യുമായിരുന്നു സ്ക്രീൻ ഷെയറിങ്ങിന്. പിന്നെ സ്മാർട്ട് വ്യൂ എന്ന് പറഞ്ഞിട്ട് പ്ലേ സ്റ്റോറിൽ ഒരു ആപ്പ് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സ്ക്രീനും TV-യും ഫോണും തമ്മിൽ കണക്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ആപ്പില്ല, അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ വർക്ക് ആവുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. വർക്കാവുകയൊക്കെ ചെയ്യും. ചിലരുടെ മിക്കവാറും ഫോണുകളിലെല്ലാം വർക്കാവുകയൊക്കെ ചെയ്യും. ഇത് കണ്ടോ, എൻ്റെ ഫോണിൽ യൂട്യൂബിൽ കാണുന്ന സാധനം TV-യിൽ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് യൂട്യൂബിൽ എന്തെങ്കിലും പരിപാടികളോ അങ്ങനെ അല്ലെങ്കിൽ സിനിമയോ ഒക്കെ കാണാൻ പറ്റും. ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്, ഒരു സ്പീക്കറൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൗണ്ട് എഫക്റ്റിൽ നമുക്ക് കാണാം. അതുപോലെ ഇത് നോ ആക്സസ് നെറ്റ്വർക്ക്, ഇതാണ് നമ്മൾ നെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇതിൽ വയർലെസ് എടുക്കുക. നമ്മൾ ഏറ്റവും ആദ്യം TV ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഒന്ന് ജസ്റ്റ് കാണിച്ചായിരുന്നല്ലോ, വയർലെസ് കണക്ട് ചെയ്ത് വെച്ചിരിക്കും. ഓൾറെഡി റെഡ്മി കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഇപ്പോൾ പാസ്വേഡ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ സാധാ പാസ്വേഡൊക്കെ ചോദിക്കും.
നിങ്ങളുടെ ഫോണിൻ്റെ പാസ്വേഡ് ഉണ്ടെങ്കിൽ പാസ്വേഡ് അടിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് കണക്ട് ചെയ്യുക. ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്തിട്ട് ടി വിയുമായിട്ട് കണക്ട് ചെയ്യുക. ഇതിപ്പോൾ ടി വിയുമായിട്ട് കണക്ട് ചെയ്ത എല്ലാ സാധനങ്ങളും, നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന പോലെ തന്നെ എല്ലാ സാധനങ്ങളും നമുക്ക് ടി വിയിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ടോ, നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, പ്രൈം വീഡിയോ, ഗാലറി, അങ്ങനെ ഗൂഗിൾ പ്ലേ സ്റ്റോർ എല്ലാം ഉണ്ട്. അത് ഇപ്പം ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്തതാണ്. അപ്പോഴാണ് അറിയാം, യൂട്യൂബ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലായിരുന്നു. ഡയറക്റ്റ് നമ്മൾ ഗൂഗിൾ ഇൻ്റർനെറ്റ് വഴി കയറി ഗൂഗിളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ആവശ്യമില്ല, യൂട്യൂബ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. ഇതിപ്പം യൂട്യൂബ് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുവാണ്. ഇതിപ്പോൾ അവർ ചോദിച്ചിരിക്കുന്ന ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ ലാസ്റ്റിൽ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഒരു മെയിൽ ഐ ഡിയും പാസ്വേഡും ഒക്കെ ഉണ്ട്. അത് മെയിൽ ഐ ഡി നമ്മൾ ഉള്ളത് കൊടുക്കുക, പാസ്വേഡ് ഒരു പുതിയത് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫോണിനകത്ത് ഗൂഗിൾ ഓപ്പൺ ചെയ്ത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന കോഡ് ടൈപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടി വി സ്ക്രീനിൻ്റെ താഴെ കാണുന്ന അല്ലെങ്കിൽ ഹോം സ്ക്രീനിൽ ആയിരിക്കുന്ന യൂട്യൂബ് ആപ്പ്, അത് നമുക്ക് ഡയറക്റ്റ് ഗൂഗിളിലൊന്നും കയറാതെ തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് വീഡിയോസും ഒക്കെ കാണാം. അപ്പോൾ ഈ ടി വി എനിക്ക് കിട്ടിയതിലും അതുപോലെ തന്നെ ടെക്നീഷ്യൻ വൈസും ഫ്ലിപ്കാർട്ടിൽ നിന്നും കിട്ടിയതിനും എല്ലാം 5 out of 5 ആണ് കൊടുക്കുന്നത്. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ അവർ പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് വാറണ്ടി ചില സ്ഥലത്തേക്ക് ഇല്ല, അത് ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ തിരിച്ച് റിട്ടേൺ പോളിസി ചിലപ്പോൾ വരുന്ന വഴിക്ക് ടി വി സ്ക്രീനിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്തോ ഞങ്ങൾക്ക് അങ്ങനെ പറ്റിയില്ല, നല്ല റിവ്യൂ ഉണ്ടായിരുന്നു, അവർ കെയർ ചെയ്ത കൊറിയേഴ്സ് കൊണ്ടുവന്നത്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാതെ ടി വി യൂസ് ചെയ്യാൻ പറ്റി. എന്തുവായാലും ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വാങ്ങിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. നമുക്ക് ലാഭം എവിടെ കിട്ടുന്നോ അവിടുന്ന് വാങ്ങിക്കുക. അതേപോലെ ക്യാഷ് കറോയിൽ നിന്ന് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ കമൻറ്റ് ബോക്സ് അല്ലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കാണും, നിങ്ങൾക്ക് അതുവഴി ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വീഡിയോസും വ്ളോഗ്സ്, കുക്കിംഗ് വീഡിയോസ് എല്ലാം, അതുപോലെ റിവ്യൂ ഹോൾ വീഡിയോസ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഇത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസായി വീണ്ടും കാണാം. ബൈ.